നമസ്കാരം. ഇത് എൻ്റെ ഓഫീസിന്റെ ഒരു വശത്തെ ജനലാണ്. അതിന്റെ താഴെ ദേ കൂട്ടി വെച്ചിരിക്കുന്നത് മുഴുവനും വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, മാലിന്യം ഒക്കെയാണ്. ഇത് മുഴുവൻ ഇതെന്റെ ചെറിയ മുറിയാണ് ഓഫീസ്. പക്ഷെ എന്റെ ഓഫീസിന്റെ പുറകിലുള്ള മാലിന്യ കൂമ്പാരമാണ്. ഇതിങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ അടുക്കി. അപ്പൊ എന്റെ ഈ ഓഫീസ് എന്ന് പറയുന്ന ഈ കാണുന്ന ഈ ഒരു മുറിയാണ് എന്റെ ഓഫീസ്. ഇപ്പൊ കിട്ടിയിരിക്കുന്ന കുടിസുമുറി എന്ന് പറയുന്ന ഓഫീസ്. അതിന്റെ പുറകിലങ്ങ് അറ്റം വരെ മാലിന്യം കെട്ടായിട്ട് വെച്ചിട്ടുണ്ട്. ആളുകൾ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. അപ്പൊ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ 2 വേസ്റ്റ് ഡിസ്പോസൽ കേന്ദ്രങ്ങളുണ്ട്. വേസ്റ്റ് ഡിസ്പോസൽ ഹബ്ബ് എന്ന് പറഞ്ഞ് ലയൺസ് ക്ലബ് എന്തോ സ്പോൺസർ ചെയ്ത് കൊണ്ടുവച്ചിരിക്കുന്ന സാധനമാണ്. മദ്യക്കുപ്പികൾ വരെയാണ് എന്റെ മുറിയിൽ നിന്ന് നോക്കിയാൽ കാണുന്നത്. മുൻ IPS ഉദ്യോഗസ്ഥയാണ് ആർ ശ്രീലേഖ. ശാസ്തമംഗലത്തെ കൗൺസിലറാണ്. അവർ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് നമുക്കെല്ലാവർക്കും അറിയാം ഒരു വിവാദം ഇവിടെ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അവർക്ക് അനുവദിച്ച് കിട്ടിയിരിക്കുന്ന അവർ ഓഫീസിലേക്ക് ചെന്നപ്പോൾ തീരെ സൗകര്യം കുറവായിരുന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ആ ഓഫീസ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് MLA വട്ടിയൂർക്കാവിൻ്റെ MLA VK പ്രശാന്താണെന്ന്. അതിൽ തന്നെ ഒരു സൈഡ് മാത്രമാണ് ഈ കൗൺസിലർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളോടുള്ള പരിചയം കൊണ്ടും അടുപ്പം കൊണ്ടും വളരെ സ്വകാര്യമായ ഒരു സംഭാഷണം മാത്രമായിരുന്നു. തനിക്ക് കുറച്ച് സൗകര്യം കൂടുതൽ വേണം, വേറൊരു സ്ഥലം അങ്ങ് നോക്കിയാൽ നന്നായിരിക്കുമെന്ന തരത്തിൽ പറഞ്ഞു. കുറച്ച് നാളും കൂടെ ഉള്ളല്ലോ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന്. പക്ഷേ പുള്ളി അത് വലിയ വിവാദമാക്കി കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം കണ്ടതാണ് ആ മുറിക്കകത്തെ അല്ലെങ്കിൽ ആ ഓഫീസിനകത്തെ സൗകര്യങ്ങളും മറ്റുമല്ല. ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം കാണിച്ചാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം ശ്രീലേഖ ഇത് വിടാൻ തയ്യാറായില്ല. അകം നമ്മൾ കണ്ടതാണ്, പുറമാണ് ഇപ്പോൾ അവർ കാണിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ കോർപ്പറേഷൻ്റെ കൗൺസിലറെ ഓഫീസാണോ അതോ ഇനി വല്ലോ ഈ കുപ്പത്തട്ടിയാണോ എന്ന് നമുക്ക് തോന്നും. അത് കണക്കാണ് അവിടെ സംഗതികളെല്ലാം കൊണ്ടുവച്ചിരുന്നത്. ശരിക്കും ആ കെട്ടിടത്തിൻ്റെ പുറത്ത് തന്നെ അത് കൗൺസിലർമാർക്കുള്ളതാണ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ ബോർഡിൽ തന്നെ. അവിടെയാണ് MLA ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുടിയെടുപ്പുകാരനായിട്ട് അല്ലെങ്കിൽ കയ്യേറിയത് എന്ന് തന്നെ പറയാം. അയാൾ അവിടെ മേയറായിരുന്ന സമയത്താണ് അത് തരപ്പെടുത്തി എടുത്തതാണ്. പിന്നീട് മേയർ സ്ഥാനം വിട്ടിട്ട് MLA ആയപ്പോഴും അയാൾ അത് തുടർന്നു. ഇത് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പൊതു സ്വഭാവമാണ്. അവരുടെയിലായിരുന്നല്ലോ അധികാരം. അതിനുശേഷം വളരെ രമ്യമായിട്ട് പരിഹരിക്കേണ്ട ഒരു വിഷയം ഇത്രത്തോളം വഷളാക്കി ഇപ്പോൾ ആ ശ്രീലേക്ക് കിട്ടിയ ആ ഓഫീസിൻ്റെ അകവും പുറവും ഒക്കെ ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇനി ഈ VK പ്രശാന്ത് എന്ന വാടക കൊടുക്കാത്ത ഈ പ്രശാന്ത് ചാനലെല്ലാം കയറി നിരങ്ങി എത്ര മാത്രം ന്യായീകരിച്ചാലും ആളുകൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ട് MLA ഹോസ്റ്റലിലെ 2 മുറികളും അല്ലെങ്കിൽ മറ്റൊരു ഓഫീസ് എടുത്ത് മാറാനുള്ള സൗകര്യമുണ്ടായിട്ടും എന്തിനാണ് ശാസ്തമംഗലത്തെ കൗൺസിലർക്ക് അനുവദിച്ചിരുന്ന ഒരു ഓഫീസിൽ ഇയാൾ ഇങ്ങനെ കുടികിടപ്പ് കിടന്നത് എന്നുള്ള ഒരു സംശയം ആളുകൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി വളരെ സുന്ദരമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്ത് ഇത്രമാത്രം വിവാദമാക്കി വാർത്തയാക്കിയത് VK പ്രശാന്താണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്നാൽ അടുപ്പമുള്ള ആളല്ലേ, അതങ്ങ് വിട്ടേക്കാം എന്നല്ല ആ ശ്രീലേഖയും അവിടെ നോക്കിയത്. ജനങ്ങൾ സത്യമറിയണം എന്ന് തന്നെ അവർ ഉറച്ചു. അതുകൊണ്ടാണ് തൻ്റെ ഓഫീസിൻ്റെ അകവും പുറവും എല്ലാം മലയാളികൾക്ക് മുന്നിൽ അവർ കാണിച്ചു കൊടുത്തത്.